വി ആർ അനൂപ്. ഈ കോൺഗ്രസിൽ ഞാൻ ആരാ ഏട്ടാ എന്ന് വി ഡി സതീശൻ ചോദിക്കുന്ന രംഗമാണോ നമ്മൾ ഇന്ന് നിയമസഭയിൽ കണ്ടത്? അഭിലാഷേ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്ന അന്നു മുതൽ ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ച നടപടികൾ താങ്കളുടെ മുന്നിൽ തന്നെയുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി, അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. രണ്ടാമത്തെ ഘട്ടം, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, KPCCയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന്, അതിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഒഴിവാക്കി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച തീരുമാനം പാർലമെന്ററി പാർട്ടിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്വീകരിച്ചു. ഇനി കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് ആരാ? കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസാ. ആ പോലീസിന് നടപടികൾ സ്വീകരിക്കാം. ഞങ്ങളെ ഇതിൽ കൂടുതൽ എന്താ ഞങ്ങൾ രാഹുൽ നടപടികൾ എടുത്തു എന്ന് പറയുന്നത് ശരി, ഞാൻ അതിനോട് യോജിക്കുന്നു. അപ്പൊ ഇന്ന് കോൺഗ്രസ് നടപടിയെടുത്ത, കോൺഗ്രസിന്റെ ആരുമല്ലാത്ത രാഹുലാണല്ലോ നിയമസഭയിലേക്ക് വന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ ആരുമല്ലാത്ത, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാത്ത ഏതോ ഒരു രാഹുൽ വരുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ എന്തിനാ ഒപ്പം? യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും ഭാരവാഹികളായ 2 പേർ ഒപ്പമുണ്ടായിരുന്നല്ലോ. ഉടനീളം രാഹുലിന്റെ ഒപ്പമുണ്ട്. അപ്പോ ഞങ്ങളൊക്കെ പുറത്താക്കി, ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് തലയിലേറ്റ് നടക്കുന്നത്? അല്ല അഭിലാഷേ, ഞാൻ അതിലേക്കൊക്കെ വരാം. എനിക്ക് അതിന് മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ രാഷ്ട്രീയമായ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഞങ്ങൾ നടപ്പിലാക്കി. പിന്നെ എല്ലാ കാലത്തും കോൺഗ്രസ് എടുക്കുന്ന ഒരു രാഷ്ട്രീയമായ നിലപാടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ആക്ഷേപം, നിങ്ങൾ എന്നോട് ചോദിക്കും രാഹുലുമായി സംസാരിച്ചു, രാഹുലിന്റെ ഒപ്പം ലിഫ്റ്റിൽ കയറി എന്നൊക്കെയാണല്ലോ. ഇവിടെ പണ്ട് പിണറായി വിജയൻ ഗൗരിയമ്മയെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ലിഫ്റ്റിൽ കയറിയാൽ പോലും ഗൗരിയമ്മയുമായി സംസാരിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. MV രാഘവനെ നിയമസഭയിൽ നിന്ന് CPM അംഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അടിക്കാൻ നേതൃത്വം നൽകിയ ആളുകളാണ് EP ജയരാജനും കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെന്താ? അത് രാഷ്ട്രീയമായ നിലപാട് പ്രഖ്യാപിച്ചു. രാഹുലിനോട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിലക്കാൻ കഴിയുമോ? ഞങ്ങളെ സംബന്ധിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വളരെ കൃത്യമായി പലവട്ടം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ വരുമോ വരാതിരിക്കുമോ എന്ന് പറഞ്ഞ് രാഹുലിന്റെ ചോയ്സ് ആണെന്നേ. ഇന്ന് പല മാധ്യമങ്ങളും എഴുതി രാഹുൽ വന്നു, VD സതീശന് അതൃപ്തി. VD സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ തൃപ്തിയോ അതൃപ്തിയോ ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടം. ഇവിടെ PV അൻവറെ ഞങ്ങളുടെ ഭാഗമല്ല. അയാൾ വരികയോ വരാതിരിക്കുകയോ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ, നിലപാടിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കോൺഗ്രസ്സുകാരെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ടുള്ളവർ മുതൽ കോൺഗ്രസിന്റെ സൈബർ മീഡിയ വിഭാഗം നയിക്കുന്നവർ വരെയാണ് രാഹുലിന് വേണ്ടി നിതാന്തം നിരന്തരം സോഷ്യൽ മീഡിയയിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഒരു പൊതുപ്രവർത്തകനും നേരിടാൻ പാടില്ലാത്ത വിധത്തിൽ അധിക്ഷേപങ്ങൾ കൊണ്ട് മൂടുകയാണ്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇത്രയും സമാനതകളില്ലാത്ത സൈബർ ആക്രമണം വേറെ ആരെങ്കിലും നേരിട്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളുടെ ഭാഗമല്ലാത്ത ഒരാൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ എന്ന് അവകാശപ്പെടുന്നവർ ഇങ്ങനെ സ്വന്തം നേതാവിനെ, സ്വന്തം കക്ഷി നേതാവിനെ പോലും അവഹേളിക്കുകയും അവമതിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾക്ക് അത് കണ്ടിട്ട് രോഷം പതഞ്ഞു പൊങ്ങാത്തത്? അഭിലാഷെ, ഈ പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കുന്നു, കോൺഗ്രസ് നേതാക്കളെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയുന്നവരിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഒരു കോൺഗ്രസ്സുകാരന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നേ. കോൺഗ്രസ് ആയിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ഒരു രാഷ്ട്രീയമായ തീരുമാനമെടുത്താൽ ആ രാഷ്ട്രീയ തീരുമാനത്തിന് കൂടെ നിൽക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ തൊട്ട് താഴെ തട്ടിലെ പാർട്ടി പ്രവർത്തകന്മാർ വരെ എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? പിന്നെ സൈബർ പ്രൊഫൈലുകളെ കുറിച്ച് പറഞ്ഞു. പോരാളി ഷാജി പല ഘട്ടങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് CPM ഓൺ ചെയ്യുമോ? CPMന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോരാളി ഷാജി ഞങ്ങളുടെ പാർട്ടി മെമ്പറല്ല എന്ന് പറയുന്ന ആളുകളല്ലേ CPMന്റെ ആളുകൾ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഇവിടെ അൻവറിന്റെ കാര്യത്തിൽ നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? അൻവറിനെ LDFന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് CPMന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിരുന്നു അൻവർ. അപ്പൊ അൻവറിന്റെ കൂടെ നിന്ന് CPM സൈബർ പ്രൊഫൈലുകളുണ്ട്. പക്ഷെ അൻവറിനെ ആ പാർട്ടി ഒഴിവാക്കുന്നു.
അൻവറിന്റെ പാർട്ടി ഒഴിവാക്കി പ്രത്യേക ബ്ലോക്കായി അൻവർ കേരള നിയമസഭയിൽ ഇരുന്നു. അപ്പോൾ പിണറായി വിജയൻ അതൃപ്തി, പിണറായി വിജയന് തൃപ്തി എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ലാത്ത, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഏതെങ്കിലും ബ്ലോക്കിൽ ഇരുന്നതിന് ഞങ്ങൾ എന്തിനാ മറുപടി പറയുന്നത്? ഇന്ന് വി ഡി സതീശൻ അതാ മറുപടി പറയാതിരുന്നത്. ഞങ്ങൾക്ക് തൃപ്തിയോ അതൃപ്തിയോ ഇല്ല, അത് രാഹുലിന്റെ ചോയ്സാ. ദാറ്റ്സ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ. അത്രേ ഉള്ളൂ. ശരി, രാഹുൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പറയുന്നു. പക്ഷേ